സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് മനുഷ്യജീവിതത്തിലെ വളരെ സൂക്ഷ്മമായെങ്കിലും വളരെ ശക്തമായൊരു വികാരത്തെക്കുറിച്ചാണ്. അതാണ് പരിധിക്ക് അപ്പുറമുള്ള അറ്റാച്ച്മെൻറ്റ്. അറ്റാച്ച്മെൻറ്റ് എന്നത് തെറ്റായ ഒന്നല്ല. സ്നേഹമുണ്ടെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകും. ഒരു അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള അറ്റാച്ച്മെൻറ്റ്, ഒരു സുഹൃത്തിന് മറ്റു സുഹൃത്തുക്കളോടുള്ള അറ്റാച്ച്മെൻറ്റ്, ഭാര്യയ്ക്ക് ഭർത്താവിനുമിടയിലെ ബന്ധം, ഇതെല്ലാം മനുഷ്യജീവിതത്തെ മനോഹരമാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒരു ചെറിയ ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. അറ്റാച്ച്മെൻ്റൊക്കെ എപ്പോഴാണ് ദുഃഖമായി മാറുന്നത്? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. അറ്റാച്ച്മെൻറ്റ് ഒരു പരിധിക്കപ്പുറം പോയാൽ അത് ദുഃഖമായി മാറും. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരാൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണെന്ന് കരുതൂ. ആദ്യം നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. അവൻ്റെ സന്തോഷം കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷം. അതുവരെയെല്ലാം ശരിയാണ്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൊരു മാറ്റം സംഭവിക്കുന്നു. അവൻ എനിക്ക് മാത്രമേ പ്രാധാന്യം കൊടുക്കാൻ പാടുള്ളൂ. അവൻ മറ്റാരുടെയും അധികം അടുപ്പം കാണിക്കരുത്. അവൻ എന്നെ മറക്കരുത്. ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ വളരാൻ തുടങ്ങും. ഇവിടെ നിന്ന് ഒരു വലിയ പ്രശ്നം ആരംഭിക്കുന്നു. കാരണം ഒരു മനുഷ്യൻ ആരുടെയും സ്വത്തല്ല. ഓരോരുത്തർക്കും അവരുടെ സ്വന്തമായ ജീവിതമുണ്ട്, സ്വന്തമായ ചിന്തകളും സ്വാതന്ത്ര്യവുമുണ്ട്. പക്ഷേ അതിയായ അറ്റാച്ച്മെൻറ്റ് നമ്മളെ തെറ്റായ വിശ്വാസത്തിലേക്ക് നയിക്കും. ഇവൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അവളില്ലാതെ എൻ്റെ ജീവിതത്തിന് അർത്ഥമില്ല, ഇങ്ങനെയൊക്കെ ഓരോന്ന് പുലമ്പിക്കൊണ്ടേയിരിക്കും. ഇതോടെ നമ്മൾ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. അവൻ ഒരു ദിവസം ഫോൺ ചെയ്യാതെ പോയാൽ നമ്മൾ വിഷമിക്കുന്നു. അവൾ ഒരു ദിവസം തിരക്കിലായാൽ നമ്മൾ ദുഃഖിക്കും. അവൻ ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ പോലും നമുക്ക് വലിയ പ്രശ്നമാകും. അവിടെ സ്നേഹം ഇല്ലാതാകുന്നില്ല, പക്ഷേ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. ബുദ്ധനും ഒരിക്കൽ പറഞ്ഞ ഒരു വലിയ സത്യമുണ്ട്. അറ്റാച്ച്മെൻ്റാണ് ദുഃഖത്തിൻ്റെ പ്രധാന കാരണം. നമ്മൾ ഒരാളെ സ്നേഹിക്കാം, പക്ഷേ പിടിച്ചെടുക്കുവാൻ ശ്രമിക്കരുത്. ഒരു പക്ഷിയെ നിങ്ങൾ കയ്യിൽ പിടിച്ചാൽ അത് പേടിച്ച് ഒക്കെ ആയിരിക്കും ഇരിക്കുക. പക്ഷേ നിങ്ങൾക്ക് സ്വന്തമായി പറക്കാൻ അത് അനുവദിച്ചാൽ അത് പലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ച് പറന്നു വരും. അതുകൊണ്ട് ജീവിതത്തിൽ വലിയ ബോധ്യം നമുക്ക് വേണം. സ്നേഹിക്കുക, പക്ഷേ പിടിച്ചു എടുക്കരുത്. അടുപ്പമുണ്ടാകട്ടെ, പക്ഷേ ആശ്രിതത്വം അതുണ്ടാവരുത്. നമ്മുടെ സന്തോഷം മറ്റൊരാളുടെ പെരുമാറ്റത്തിൽ ആശ്രയിച്ചാൽ അത് സ്ഥിരമായ സന്തോഷം ഉണ്ടാവില്ല. യഥാർത്ഥ സന്തോഷം വരുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. അതിനാൽ കൂട്ടുകാരെ, ജീവിതത്തിൽ ആളുകളെ സ്നേഹിക്കുക, ബന്ധങ്ങളെ വിലമതിക്കുക. പക്ഷേ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ഓർക്കുക, ഒരു പരിധിക്ക് അപ്പുറമുള്ള അറ്റാച്ച്മെൻറ്റ് സ്നേഹമല്ല. അത് ദുഃഖത്തിൻ്റെ ഒരു വിത്തായിട്ട് മാറും. ജീവിതത്തിൻ്റെ സമതുലിതമായ സ്നേഹവും സ്വാതന്ത്ര്യവും കൈവരിച്ചാൽ അപ്പോൾ മാത്രമേ മനുഷ്യജീവിതം ശരിക്കും മനോഹരമാകൂ. ഇതുപോലുള്ള ജീവിതചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീണ്ടും അടുത്തൊരു നല്ല വിഷയം കൊണ്ട് നമുക്ക് പിന്നെയും കാണാം. നന്ദി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.